സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വെച്ചിരുന്നത് ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള EOQ ആണ് നമ്മൾ നോക്കിയത്. EOQയിലൊരു എക്സാമ്പിളുമാണ് നോക്കിയത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ്. നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷനാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മളുടെ ഒരു ഓർഗനൈസേഷനിൽ മെറ്റീരിയൽസിനെ കീപ്പ് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഒരു ഗ്രൂപ്പ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്തിൻ്റെ ബേസിലാണ്? നമ്മളുടെ മെറ്റീരിയൽസിൻ്റെ നേച്ചറിൻ്റെ ബേസിൽ അതിനെ വേരിയസ് കാറ്റഗറീസ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന മെത്തേഡിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വേരിയസ് ലൈൻസ് ഓഫ് പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ വേരിയസ് എന്തുണ്ടായിരിക്കും? നേച്ചർ ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. ഇതിനെ നമുക്ക് പ്രോപ്പർ ഒരു ബേസിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്ലാസിഫൈയിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്യുന്ന സോപ്പ് അല്ലെങ്കിൽ ഓയിൽസ്, ഇതിനൊക്കെ കൂടെ നമുക്ക് എന്തായിട്ട് ക്ലാസ് ചെയ്യാം? കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതുപോലെ നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്ന മറ്റ് സ്റ്റോർ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാകും. ഓഫീസ് സ്റ്റേഷനറി റിലേറ്റഡ് ആയിട്ട് വരുന്ന പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും പെന്നാണെന്നുണ്ടെങ്കിലും പിൻസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് എന്ത് കീപ്പ് ചെയ്യാം? ഓഫീസ് സ്റ്റേഷനറീസ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ മെറ്റീരിയലിൻ്റെയും നേച്ചറിൻ്റെ ബേസിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന മെത്തേഡാണ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിനെ നമുക്ക് ഡിഫറെൻറ്റ് കോഡ്സ് യൂസ് ചെയ്തുകൊണ്ട്, ഡിഫറെൻറ്റ് സിമ്പിൾസ് അല്ലെങ്കിൽ നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് കോഡിഫൈ ചെയ്യാം. കോഡിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിങ് ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ് ടു ഈച്ച് ഐറ്റം. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈസി ഐഡൻറ്റിഫിക്കേഷനാണ്. നമുക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? സെലക്ട് ചെയ്താൽ മതി ഏത് മെറ്റീരിയൽ ആണെന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ചെയ്യുന്നത്. ഇതും ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഒരു ടെക്നിക്കാണ്. ഈസി ഐഡൻറ്റിഫിക്കേഷന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒരു ടെക്നിക്കാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. ദെൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് ലെവൽസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് സ്റ്റോക്ക് ലെവൽ. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സ്റ്റോക്ക് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി കീപ്പ് ആൻഡ് പ്രോപ്പർ ലെവൽ. എന്തായിരിക്കരുത്? ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ഹൈ ആൻഡ് ടു ലെസ്. എന്തായിരിക്കരുത്? കൂടുതലാവരുത്, കുറവായിരിക്കരുത്. ഒരു പ്രോപ്പർ ലെവലിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? എത്രയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്ക് ആനുവലി എത്ര യൂസ് ചെയ്യേണ്ടി വരും റോ മെറ്റീരിയൽസ്. അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മിനിമം ലെവലിൽ നമ്മുടെ ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ലെവൽ, മിനിമം ലെവൽ കീപ്പ് ചെയ്യണം. ആൻഡ് എക്സസീവായി പോവാതിരിക്കാൻ മാക്സിമം ലെവൽ എത്ര വരെ നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ലെവൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേരിയസ് സ്റ്റോക്ക് ലെവൽസ് നമുക്ക് നോക്കാനുണ്ട്. അതിനൊക്കെ ഇക്വേഷൻസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് മാക്സിമം ലെവലാണ്. മാക്സിമം ലെവൽ മീൻസ് എന്തായിരിക്കും? നെയിമിൽ തന്നെ ഉണ്ട്. ഈ മാക്സിമം ലെവൽ വരെ നമ്മൾ ഈ ഒരു ഇൻവെൻട്രീസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പർ ലെവൽ ഓഫ് ഇൻവെൻട്രീസിനെയാണ് മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലും കൂടുതൽ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെൻട്രീസിൽ എന്തായിരിക്കും? അത് ഐഡിയൽ ഫണ്ടായിട്ട് മാറും. ഓക്കെ, അത് വേസ്റ്റേജ് ആണ്. അവിടെ നമുക്ക് ആ ഇൻവെൻട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് യൂസേജസ് ഇല്ലാതെയും മാറും. അപ്പം നമ്മൾ ഈ ഒരു മാക്സിമം ലെവൽ വരെ മാത്രം എന്ത് ചെയ്താൽ മതി? സ്റ്റോക്ക് കീപ്പ് ചെയ്താൽ മതി. അങ്ങനെ കീപ്പ് ചെയ്യുന്നതിനുള്ള ഇക്വേഷനാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ മാക്സിമം ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്യും? ഇക്വേഷൻ വിൽ ബി റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി
മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, റീഓർഡർ ലെവൽ മീൻസ് അത് നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് ഇക്വേഷനിൽ പഠിക്കും. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓർഗനൈസേഷനിൽ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ലോവർ ലെവലിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കരുത് നമ്മളുടെ നെക്സ്റ്റ് ഓർഡർ കോൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ലിമിറ്റേഷൻ എന്താണ്? മിനിമം ലെവലിൽ എത്തിയതിന് ശേഷം നമ്മൾ അടുത്ത മെറ്റീരിയൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതെത്തുന്നത് വരെ നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീഓർഡർ ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. റീഓർഡർ ലെവലിൽ നമ്മളുടെ സ്റ്റോക്ക് ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതെത്തുന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ബാക്കി പ്രൊഡക്ഷൻ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ലെവൽ മിനിമം ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാകും. അപ്പോഴത്തേക്കും പക്ഷേ നമ്മൾ റീഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ നമ്മളുടെ നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽ നമുക്ക് റിസീവ് ചെയ്യും. അത് വെച്ച് നമുക്ക് അടുത്ത പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് പോകാം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീഓർഡർ ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഈ റീഓർഡർ ലെവലിനോട് കൂടെ നമ്മളുടെ റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണോ നമ്മൾ റീഓർഡർ ക്വാണ്ടിറ്റി ചെയ്തിരിക്കുന്നത് അത് ആഡ് ചെയ്യുക, മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലെവൽ എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ലെവൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് മിനിമം ലെവലാണ്. മിനിമം ലെവൽ മീൻസ് ഓർഗനൈസേഷന് സ്മൂത്ത് റണ്ണിങ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലെവൽ സ്റ്റോക്ക് ഓഫ് ലെവലാണ് മിനിമം ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം ലെവൽ ഓഫ് സ്റ്റോക്കിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ അടുത്ത യൂണിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് റൺ ചെയ്യണം. ഇതിനും താഴെ ഈ ഒരു ലെവലിലും താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മളുടെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മിനിമം ലെവൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അവിടെ നമ്മളുടെ ഇക്വേഷൻ എന്താണ്? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. നോർമൽ കൺസംഷൻ മീൻസ് നമ്മൾ നോർമലി എത്രയാണ് ഓരോ ദിവസവും കൺസ്യൂം ചെയ്യുന്നത്, ആൻഡ് നോർമൽ റീഓർഡർ പീരീഡ്. റീഓർഡർ പീരീഡ് എങ്ങനെയാണ്? നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇയറിൽ അല്ലെങ്കിൽ ഒരു ഇയർ ഓഫ് കൺസംഷനിൽ നമുക്ക് എത്രയാണ് മിനിമം റീഓർഡർ പീരീഡ് തന്നിട്ടുള്ളത്, മിനിമം എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ റീഓർഡർ ചെയ്തിരിക്കണം, അതിനാണ് മിനിമം റീഓർഡർ പീരീഡ്. ആൻഡ് മാക്സിമം റീഓർഡർ പീരീഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് എത്ര ദിവസം വരെ റീഓർഡർ ചെയ്യാൻ അവൈലബിൾ ആണ്. ഈ ഒരു ദിവസത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കറക്റ്റ് റീഓർഡർ ചെയ്യേണ്ടത്. ആവറേജ് റീഓർഡർ പീരീഡ് അല്ലെങ്കിൽ നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറയും. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം റീഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരീഡ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് അല്ലെങ്കിൽ നോർമൽ റീഓർഡർ പീരീഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. ദെൻ റീഓർഡർ ലെവൽ നമ്മളിപ്പോൾ പറഞ്ഞു. റീഓർഡർ ലെവൽ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. മിനിമം ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓർഡർ കൊടുത്തതിന് കൊണ്ട് കാര്യമില്ല. അപ്പോൾ അതിന് മുന്നേ റീഓർഡർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവൽ റീഓർഡർ ലെവൽ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. ഓക്കെ, ദെൻ ഇതല്ലാത്ത ഇക്വേഷനിൽ നിങ്ങൾക്കത് ഡയറക്റ്റ്ലി തന്നിട്ടില്ലാത്ത ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാം? മിനിമം ലെവൽ പ്ലസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റീഓർഡർ ലെവൽ എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം.
ആവറേജ് കൺസംഷൻ ആവുന്ന ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ആവറേജ് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിന് ആവറേജ് റീ ഓർഡർ പീരീഡ് കൊണ്ട്, ആവറേജ് റീ ഓർഡർ പീരീഡ് മീൻസ് നമ്മൾ നേരത്തെ നോർമൽ റീ ഓർഡർ പീരീഡ് പറഞ്ഞാൽ സെയിം ഇക്വേഷനാണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റീ ഓർഡർ ലെവൽ കിട്ടും. ദെൻ നെക്സ്റ്റ് ലെവൽ മീൻസ് ആവറേജ് സ്റ്റോക്ക് ലെവലാണ്. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുമ്പം എന്താണ്, മിനിമം പ്ലസ് മാക്സിമം ഡിവൈഡഡ് ബൈ 2. നമ്മൾ സാധാരണ ആവറേജ് കാണുന്നത് പോലെ തന്നെ ആവറേജ് സ്റ്റോക്ക് ലെവൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആവറേജ് ബേസിസിൽ നമ്മൾ എത്ര സ്റ്റോക്ക് ഡെയിലി ഹോൾഡ് ചെയ്യണം എന്നുള്ളതാണ് ആവറേജ് സ്റ്റോക്ക് ലെവലിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ആൻഡ് അനദർ ഇക്വേഷൻ എന്ന് പറയുന്നത് മിനിമം ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി. 2 ഇക്വേഷനും എഴുതി വെക്കുക. അതിലേതെങ്കിലും ഒരു ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ദെൻ ഡേഞ്ചർ ലെവൽ, നെക്സ്റ്റ് ലെവൽ ഡേഞ്ചർ ലെവലാണ്. ഡേഞ്ചർ ലെവൽ മീൻസ് മിനിമം ലെവലിനേക്കാളും താഴെ നമ്മളുടെ സ്റ്റോക്ക് ലെവൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ഈ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ആൻഡ് അപ്പോഴെങ്കിലും നമ്മളൊരു ഏർജൻറ്റ് ആക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ ഓർഗനൈസേഷൻ സ്റ്റോപ്പേജിലേക്ക് പോകും. ഇതിനാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ആസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ഫോർ എമർജൻസി പർച്ചേസ് ആവുന്ന സമയത്ത് നമുക്ക് സാധാരണ കിട്ടുന്ന റീഓർഡർ പീരീഡ് അവൈലബിൾ ആയിരിക്കില്ല. അതിനും കുറഞ്ഞ ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് കിട്ടേണ്ടി വരും, നമ്മളുടെ മെറ്റീരിയൽ പ്ലേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ഇതിനാണ് എമർജൻസി പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വെച്ച് നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഡയറക്റ്റ്ലി നമുക്ക് എല്ലാ ഇൻഫോർമേഷനും തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്, മാക്സിമം യൂസേജ് ഇൻ എ മന്ത് 300 ആൻഡ് മിനിമം യൂസേജ് 200 നമ്പേഴ്സാണ്. ഇതൊക്കെ എന്താ, റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ലെവലാണ്, സ്റ്റോക്കിൻ്റെ നമ്പേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ ആവറേജ് യൂസേജ് ഇൻ എ മന്ത്, ആവറേജ് യൂസേജ് ഇത് നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 225 ആണ്. ദെൻ ടൈം ലാഗ് ഫോർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് എത്ര വരും, മാക്സിമം നമുക്ക് 6 മന്താണ് മാക്സിമം പീരീഡ് വരുന്നത്, മാക്സിമം റീ ഓർഡർ പീരീഡ് വരുന്നത്. ദെൻ മിനിമം 2 മന്തെങ്കിലും എടുക്കും. ആൻഡ് റീ ഓർഡർ ക്വാണ്ടിറ്റി നമ്മളൊരു തവണ റീ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 750 നമ്പേഴ്സ് ഓഫ് യൂണിറ്റ് ആണ്. ഓക്കെ, നമ്മൾ റീ ഓർഡർ ലെവലിൽ എത്തിക്കഴിഞ്ഞ് നമുക്ക് റീ ഓർഡർ ചെയ്താൽ അപ്പോൾ കിട്ടുന്ന യൂണിറ്റ് 750 നമ്പേഴ്സാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ സ്റ്റോക്ക് ലെവൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ മാക്സിമം ലെവലാണെങ്കിലും മിനിമം ലെവലാണെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, റീ ഓർഡർ ലെവൽ എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റീ ഓർഡർ ലെവലാണ്. അപ്പോൾ റീ ഓർഡർ ലെവലിൽ എങ്ങനെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്, മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നമുക്ക് മാക്സിമം കൺസംഷനും തന്നിട്ടുണ്ട്, മാക്സിമം റീ ഓർഡർ പീരീഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം നമുക്ക് 300 നമ്പേഴ്സാണ് നമ്മളുടെ കൺസംഷൻ. ആൻഡ് അതുപോലെ മാക്സിമം റീ ഓർഡർ പീരീഡ് എത്രയാണ്, 6 മന്ത്. അപ്പോൾ മാക്സിമം നമ്മൾ 6 മന്ത് എടുത്ത് റീ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 300 നമ്പേഴ്സ് ആവറേജ് യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് എന്ത് വരുന്നത്, യൂസേജ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 1800 ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ യൂണിറ്റ് 1800 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് യൂണിറ്റ് എന്ത് ചെയ്തിരിക്കണം, പ്ലേസ് ചെയ്തിരിക്കണം. അതാണ് ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ അത്ര ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെവല് പ്ലേസ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ മാക്സിമം ലെവല്, മാക്സിമം നമുക്ക് എത്ര വരെ കീപ്പ് ചെയ്യാം, അതെങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി. 1800 റീ ഓർഡർ ലെവൽ ഉണ്ട് പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി
നമ്മൾ അടുത്ത റീഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 750 വരെ കിട്ടും. മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. മിനിമം നമ്മൾ എത്ര കൺസ്യൂം ചെയ്യുന്നുള്ളൂ? 200 യൂണിറ്റ് വരെ നമ്മൾ മിനിമം കൺസ്യൂം ചെയ്യുന്നുള്ളൂ ഇൻ എ മന്ത്. ആൻഡ് 2 മന്ത് വരെയാണ് നമുക്ക് മിനിമം ലാഗിങ് വരുന്നത്. അസറ്റ് പ്രൊക്യൂർമെൻ്റ് ആയിട്ട് മെറ്റീരിയൽ പ്രൊക്യൂർമെൻ്റ് ആയിട്ട് നമുക്ക് 2 മന്ത് വരെ ലാഗ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 400 നമ്മൾ ഇതിന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ലെവൽ കിട്ടും. ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് മാത്രം മതി. ദെൻ മിനിമം ലെവലാണ് നെക്സ്റ്റ്. മിനിമം ലെവൽ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? മിനിമം ലെവലിൻ്റെ ഇക്വേഷൻ റീഓർഡർ ലെവൽ ഓൾറെഡി നമ്മൾ കണ്ടെത്തി. മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ ഇക്വേഷനിൽ എങ്ങനെയാണ് ഫോർമുല എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്യണം? നോർമൽ റീഓർഡർ പീരീഡ് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് മാക്സിമം റീഓർഡർ പീരീഡ് 6 ആണ് ആൻഡ് മിനിമം 2 ആണ്. സോ 8/2 4 മന്താണ് നമ്മളുടെ നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. അതായത് 4 മന്ത് കൂടുമ്പോഴാണ് നമുക്ക് നോർമലി റീഓർഡർ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സോ അത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. 1800 മൈനസ് 225 ഇൻറ്റു 4 900 യൂണിറ്റ് ആണ് നോർമലി. നമുക്ക് മിനിമം അത്രയെങ്കിലും നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ പറ്റില്ല? റൺ ചെയ്യാൻ പറ്റില്ല. ദെൻ ആവറേജ് സ്റ്റോക്ക് ലെവൽ. ആവറേജ് ബേസിസിൽ നമ്മൾ എത്ര കീപ്പ് ചെയ്യണം? അതിൻ്റെ ഇക്വേഷൻ എന്താ? മിനിമം ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ച് ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? ഏത് ക്വസ്റ്റ്യനിലും റീഓർഡർ ലെവലായിരിക്കും ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആൻഡ് അതിൻ്റെ ബേസിൽ നമുക്ക് നെക്സ്റ്റ് ലെവൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ഓർഡർ എങ്ങനെയാണെന്നുള്ളത് പഠിച്ച് വയ്ക്കാം. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ബാക്കി മെത്തേഡ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.